ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ സമയം ഇപ്പോൾ 5:30 ആവാറായിട്ടുണ്ട്. ഇനി വിളക്ക് എത്തിക്കണം. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ വിളക്കൊക്കെ തേച്ച് വെച്ചിട്ടാണ് കിടക്കുന്നത്. ചില ദിവസങ്ങളിൽ മാത്രമേ അങ്ങനെ അല്ലാണ്ടുള്ളൂ. വിളക്കൊക്കെ തേച്ച് വെച്ച് വീടൊക്കെ എല്ലാം നീറ്റാക്കി വൃത്തിയാക്കി ഇട്ടാണ് കിടക്കാൻ പോണത്. അപ്പോൾ ഇനി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇനി വിളക്ക് കത്തിക്കണം. ഒരു നല്ല മഴ വെളിയിൽ. ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഞാൻ എഴുന്നേറ്റ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് തോന്നിട്ടുണ്ട്. ഭയങ്കര തണുപ്പ്, രാത്രി കിടക്കാൻ വയ്യ. തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് മൂടി പൊതിച്ച് കിടക്കാൻ പറ്റാ സുഖം ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തെ ഒരു തണുപ്പ്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തണുപ്പായിരുന്നു. രാത്രി ഫുള്ള് മഴയായിരുന്നെന്ന് തോന്നണം. അതിൻ്റേതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല തണുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വിളക്ക് കത്തിക്കാനായിട്ട് പൂക്കൾ പറിക്കാനായിട്ട് പോകണം. അപ്പോൾ ഈ ചെമ്പരത്തിയൊക്കെ ഇങ്ങനെ പൂത്ത് വിലങ്ങി നിൽപ്പുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയും പോലെ സത്യം പറഞ്ഞാൽ അതിങ്ങനെ വിരിഞ്ഞ് വന്നിട്ടില്ല. അതിന് മുമ്പേ ഞാൻ അവിടെ നിന്ന് എടുക്കുകയാണല്ലോ. ചിലപ്പോൾ മനസ്സിൽ വിഷമവും തോന്നും. പിന്നെ ഭഗവാന് സമർപ്പിക്കാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതൊരു സന്തോഷം. ഈ നീല ചെമ്പരത്തിയുടെ കാര്യം പിന്നെ പറയാൻ വേണ്ട. ഒരു പ്രത്യേക തരം ചെമ്പരത്തി പൂവാണ്. അത് നേരെ വെളുക്കും മുമ്പേ അതിങ്ങനെ വിടർന്ന് വരികയും ചെയ്യും. 2 ദിവസത്തോളം അതങ്ങനെ നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് വാടിപ്പോവില്ല. അതൊക്കെ ഹൈബ്രിഡ് അല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റിയൊക്കെ അതിനുണ്ട്. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് ഇനി നേരെ അടുക്കളയിലോട്ട്. അടുക്കളയിൽ ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് പണിക്ക് വേറെ പഞ്ഞൊന്നുമില്ലല്ലോ. ഇഷ്ടംപോലെ പണികൾ ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ ചെറിയ മഴ ഇപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനലൊക്കെ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ തണുപ്പിങ്ങനെ അരിച്ച് കയറി വരുമ്പോൾ ഒരു ഫീലുണ്ട്. മുൻവശത്തെ വാതിൽ തുറന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇതാ പടിയിൽ കണ്ടതാണ് അമ്പിളിയമ്മാവന്. നല്ല രസമായിരുന്നു. ആകാശത്തുള്ള ആളിൻ്റെ ആ ഒരു പ്രതിബിംബം നമ്മുടെ പടിയിലെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോയും കൂടി എടുത്തത്. ഇനി അവിടെ അതൊന്നും നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ട് സമയമില്ല. കേശുവിന് 8 മണിയാകുമ്പോഴേക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും ഒരുക്കാനൊക്കെ ഉണ്ട്. അമ്മയും ഉറക്കെഴുന്നേറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് നമുക്കിനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ എല്ലാം തീർത്താൽ അതിന് മുന്നേ എന്നല്ല, 8 മണിക്ക് മുന്നേ എല്ലാം തീർത്താലേ പറ്റുള്ളൂ. അച്ഛനും മോനും അവിടെ നല്ല ഉറക്കമാണ്. എനിക്കാണെങ്കിൽ ഈ പറയും പോലെ നല്ല ഉറങ്ങണവരെ വിളിച്ചുണർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമല്ലേ നല്ല ഉറക്കം. അപ്പോൾ ഈ നല്ല ഡീപ്പായിട്ട് ഉറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ മനസ്സ് വരാറേ ഇല്ല. അങ്ങ് ഉറങ്ങിക്കോട്ടെ എന്ന് തോന്നും. പക്ഷെ അച്ഛനും മോനും ഇപ്പോഴും ഈ സാഹചര്യത്തിൽ അത് പറ്റൂല. അച്ഛൻ 6 മണിയാകുമ്പോഴേ ഞാൻ വിളിച്ചുണർത്തും. മോനെ ഒരു 6:30 ആകുമ്പോഴേക്കും ഉണർത്തി എടുത്താൽ മാത്രമേ പിന്നെ കുറച്ച് സമയമാവാം. അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ഞാനിവിടെ കിടന്ന് കേശുവേ പല്ലുതേ എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ കൊച്ചിലേ തന്നെ പല്ലൊക്കെ തേപ്പിക്കാനായിട്ട് ശീലിപ്പിച്ചതുകൊണ്ട് മോൻ ഒറ്റയ്ക്ക് പല്ല് തേച്ചോളും. നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടാവും പല്ല് തേക്കും. പല്ല് തേക്കാനുള്ള ആ ഒരു മടി മാത്രമേ ഉള്ളൂ. ബ്രഷ് വായിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആളതങ്ങ് ചെയ്തോളും. അപ്പോൾ ബ്രഷിൽ പേസ്റ്റാക്കി കൈ കൊടുത്താൽ മതി. പിന്നെ എൻ്റെ ഈ വിളി മാത്രം മതി അവിടെ കിടന്നുള്ളത്. പിന്നെ ചേട്ടൻ നോക്കിക്കോളും. 2 ആളും കൂടെ, അച്ഛനും മോനും കൂടെയൊക്കെ പല്ലൊക്കെ തേച്ച് കുളിക്കാനായിട്ട് ഞാൻ തന്നെ കുളിപ്പിക്കണം. ചേട്ടനെ കൊണ്ട് കുളിപ്പിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് കുറേ നേരം അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് സോബയിൽ അങ്ങനെ കിടക്കും. അതൊക്കെയാണ് അവൻ്റെ പരിപാടി. പിന്നെ അറിയാമല്ലോ, പിന്നെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. അടുക്കളയിലാണെങ്കിലും ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ചോറിനുള്ള അരി അവിടെ അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് കേശുവിനുള്ള ഫ്രൈഡ് റൈസിനുള്ള അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് ചായ ഇടാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ചായയും റെഡിയായി. ഇനി ഒരു നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് വേണം ബാക്കി ജോലികൾ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ല മഴയൊക്കെ ആണെങ്കിലും നല്ല രസമാണ്. നല്ല മഴയുള്ള സമയത്ത് ഇങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആ ഒരു തണുപ്പൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലാണ്. രാവിലെ കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു തണുപ്പും നമ്മൾ ഭയങ്കരമായിട്ട് നമുക്കൊരു ഉന്മേഷവും തോന്നും. ആ കാലാവസ്ഥ നമ്മളങ്ങ് അറിയാണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസത്തിലെ സമയമെന്ന് പറഞ്ഞാൽ ഈ വെളുപ്പാൻ രാവിലെ മാത്രമാണ്. ആ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, വെളുപ്പാൻ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ആ ഒരു
ആ ഒരു സമയത്ത് ആ ഒരു ഫീലും ആ ഒരു പോസിറ്റിവിറ്റിയൊക്കെ പിന്നെ ആ ഒരു ഡേ അങ്ങോട്ട് നമുക്ക് കിട്ടാറേ ഇല്ല. ആ ഒരു സമയം എന്ന് പറഞ്ഞൊരു പ്രത്യേക രസമാണ്. അപ്പം നമുക്കിങ്ങനെ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സമയത്ത് എഴുന്നേൽക്കാതിരിക്കാനേ പറ്റാതെ ആയിപ്പോൾ. അപ്പോൾ പുറത്തെ മഴ വീണ്ടും തകർക്കണുണ്ട്. ഇനി എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ഇവിടെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം ഞാനവിടെ മാവൊക്കെ എല്ലാം കലക്കി വെക്കുന്നുണ്ട്. പിന്നെ വെള്ളം കൊണ്ടുപോകാനായിട്ട് മോന് കൊണ്ടുപോകാനായിട്ട് ചൂടാക്കണമല്ലോ. ഞാൻ ആദ്യമൊക്കെ ജീരക വെള്ളമാണ് കൊടുത്ത് വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളിവിടെ മിക്കവാറും ജീരക വെള്ളം തന്നെയാണ് ഇടണതും. പിന്നെ രാമച്ചത്തിൻ്റെതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് ജീരക വെള്ളമാണ് ഇഷ്ടം. അത് കുടിക്കുമ്പോഴേക്കും നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ദഹനമൊക്കെ നല്ലതായിട്ട് കിട്ടുമെന്നല്ലേ പറയാറ്. അപ്പോഴേക്കും ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ റെഡിയായി വന്ന് അതിനെ ഇനി ഒന്ന് വാർത്ത് വയ്ക്കണം. ആ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞതേ, അപ്പം ഞാൻ ജീരക വെള്ളം ഇട്ടിട്ട് അത് തന്നെയാണ് മോന് കൊടുത്തു വിടണതും. പക്ഷേ കൊടുത്തു വിടുമ്പോൾ എന്തോ പറ്റുമെന്നറിയാമോ, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ കുപ്പി തുറക്കുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ല് തോന്നും ജീരക വെള്ളത്തിൻ്റെ. നമ്മളിങ്ങനെ ഫുൾ അടച്ചു വെച്ചിരിക്കുകയല്ലേ ചെറു ചൂടോടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പിന്നെ കേശുവിന് കൊടുത്തു വിടാനായിട്ട് രാമച്ചത്തിൻ്റെ വെള്ളമാണ് മിക്കവാറും കൊടുത്തു വിടണത്. അപ്പോൾ ആ വെള്ളം അപ്പോൾ അത് കേശുവിനായിട്ട് ചിലപ്പം സെപ്പറേറ്റ് ആയിരിക്കും അത് ചൂടാക്കിയൊക്കെ എടുക്കണത്. അപ്പോൾ ഞാനാണെങ്കിലും മുന്നേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കേശുവിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് പിന്നീടാണ് കാപ്പി ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കുന്നത്. ഇപ്പോൾ അമ്മ വന്നപ്പോഴേക്ക് അമ്മ ഉച്ചത്തേക്കുള്ള പരിപാടിയും കൊണ്ട് അപ്പം തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കുകയുള്ളൂ. പിന്നെ കേശുവിനെയൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നതിനൊക്കെ ശേഷമേ ഇനി അടുത്ത ജോലി തുടങ്ങുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ വെളുപ്പാൻ രാവിലെ തന്നെ അവിയലൊക്കെ വെച്ച് മെഴുക്കുവരട്ടിയൊക്കെ വെച്ചുണ്ടാക്കിയാലേ വെച്ചിരുന്ന ഒരു 3 മണി കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങോട്ട് ചളിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഇനിതാ ഫ്രൈഡ് റൈസ് അവിടെ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നോർമൽ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ക്യാബേജും ക്യാരറ്റും ഒക്കെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് അതിനെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ഞാൻ കുറച്ച് എണ്ണയും ഒഴിക്കും, കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് വഴറ്റണത്. വഴറ്റി എടുത്തിട്ട് ചോറ് കൂടെ അതിലിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തു വിട്ടാൽ പിന്നെ കേശുവിന് വേറെ ഒന്നും വേണ്ട. ഇതാണെങ്കിൽ ആൾ കുറച്ചെങ്കിലും അങ്ങ് കഴിച്ചോളും. അപ്പോൾ അതാണ് അവിടെ റെഡിയാക്കണത്. പിന്നെ ഇനി സ്നാക്സും, ഈവനിങ് സ്നാക്സ്, മോർണിംഗ് സ്നാക്സ്. ഞങ്ങളെപ്പോഴും കേശുവിനെ കളിയാക്കും, നീ അവിടെ തിന്നാനാണോ പോകണമെന്ന് ചോദിക്കും. രാവിലെ ഇവിടെ നിന്ന് പോയാൽ പിന്നെ അറിയാമല്ലോ പിള്ളേർ രാവിലെ ഒന്നും കഴിക്കില്ല. ഞാൻ കേശുവിനെ അടിച്ച് പിടിച്ച് എങ്ങനെയെങ്കിലും ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ടാണ് വിടുന്നത്. ചില ദിവസങ്ങളിൽ പാല് കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. എങ്ങനെയെങ്കിലും നമ്മളൊരു സമാധാനത്തിന് ഒന്നും കഴിക്കാതെ എങ്ങനെയാണ് കുഞ്ഞിനെ വിടണതെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും പാല് കൊടുക്കും. അപ്പോൾ ഒരു വിധം അതങ്ങ് കുടിച്ചോളും. 100 കള്ളത്തരം പറഞ്ഞ് 100 കഥ പറഞ്ഞ് ഇപ്പോൾ എന്തായാലും പാല് കുപ്പി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനതങ്ങ് സ്ട്രിക്റ്റായിട്ട് ഞാനങ്ങ് മാറ്റി. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിക്കുമായിരുന്നല്ലോ, അങ്ങ് മോൻ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ മിച്ചറും അണ്ടിപ്പരിപ്പ് ഞാൻ ഉണ്ടാക്കിയതല്ല, അതും കൂടെയൊക്കെ ഈ മോർണിംഗ് സ്നാക്സ്, ഈവനിങ് സ്നാക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് അതിലുണ്ടാക്കി വെച്ചിട്ട് അതിന് അടപ്പ് ഞാൻ നേരെ അടച്ചില്ല. കാരണം ഇപ്പോഴേ നമ്മൾ നല്ല ഫുൾ അങ്ങ് അടച്ചിറക്കിയൊക്കെ വെച്ചാലേ ഉച്ചയാകുമ്പോഴേക്കും ചിലപ്പോൾ ചളിച്ചാലോ. എനിക്ക് ഭയങ്കര പേടിയാണ്. മനസ്സിലെപ്പോഴും ആ ഒരു പേടിയാണ്. മോൻ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ചളിച്ചൊക്കെ ഇരുന്നാൽ കുഞ്ഞിന് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും റെഡിയാക്കി വെച്ച് ഇനി കേശുവിനെ ഒന്ന് പുറത്തൊക്കെ വീട്ടിൻ്റെ വെളിയിലോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയി ആനയാണ് കൂനയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഇനി പല്ലൊക്കെ തേപ്പിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ എല്ലാം അവിടെ ഒതുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനി കേശുവായിട്ട് കുറച്ച് നേരം പുറത്ത് നടക്കാമെന്ന് വിചാരിച്ച് ഇനി അടുത്ത ടാസ്ക് പല്ല് തേപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഉറക്കെഴുന്നേറ്റ് വന്ന ആ സെറ്റിൽ അങ്ങനെ ഇരിപ്പായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേശുവിൻ്റെ പാലുകുടി, ഈ കുപ്പിയിലെ പാലുകുടി എന്തായാലും അങ്ങ് മാറ്റി. ഇപ്പം സമയം 6:45 കഴിഞ്ഞിട്ട് 7 ആവാറായി. ഈ സമയത്താണ് കേശുവായിട്ട് ഇങ്ങനെ കുറച്ച് സമയം പുറത്ത് നടക്കുന്നത്. അപ്പോഴേക്കും മോൻ കുറച്ചങ്ങ് ഉഷാറായിക്കോളും. ഒന്ന് ഓടിക്കളിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കി പട്ടികളുടെ അടുത്തൊക്കെ സംസാരിച്ച്, ഇതൊക്കെയാണ് കേശുവിൻ്റെ ജോലി. വഴിയെ പോണവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് എടുത്തൊക്കെ വരുമ്പോഴേക്ക് കേശു കുറച്ചങ്ങ് ആക്റ്റീവ് ആയിക്കോളും. പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല. ഇവിടെ കേശു ഇവിടെ പല്ല് തേച്ച് കാണിച്ചു കാണുന്നുണ്ടോ? കേശുവിന് പല്ലേക്ക് അറിയാമല്ലോ. പല്ല് നീ പല്ലുതേ സൗണ്ട് അല്ലേ? പല്ല് വെച്ച് കാണിച്ചൂടെ? അവനാണ് പല്ലുതേ. പല്ലുതേടെ കുഞ്ചാണി.
പല്ലുതേ ഞാനിപ്പോൾ ഇത്രയും സോഫ്റ്റായിട്ടൊന്നും എപ്പോഴും സംസാരിക്കുകയൊന്നുമില്ല കേട്ടോ. ഇതിപ്പം വീഡിയോയും കൂടെ എടുത്തുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില സമയം ഞാൻ കിടന്ന് അലറയാണ് ചെയ്യുന്നത്, കേശു പല്ലുതേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് നമ്മളെ ക്ഷമയുടെ നെല്ലിപ്പലക കാണുമെന്ന് പറയുമല്ലോ, ആ രീതിയാവും. അങ്ങനെ ഒരു വിധം പല്ല് തേക്കാനായിട്ട് ആൾ തുടങ്ങിയിട്ടുണ്ട്. പല്ല് തേക്കാൻ ആരംഭിച്ചാൽ പിന്നെ അങ്ങ് നല്ല വൃത്തിയായിട്ട്, ഞാൻ പറയൂല, നല്ല ക്ലീനായിട്ട് പല്ല് തേക്കും. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് കയറി ഇനി കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങി. ഇന്ന് അമ്മയും ഉണ്ട് വരാനായിട്ട്. അമ്മ വരേണ്ടത് വേറെ ഒന്നുമല്ല, അമ്മയ്ക്ക് മസ്റ്ററിങ് ചെയ്യണം. അറിയാമല്ലോ, അവർക്കൊക്കെ ഏറ്റവും വലിയ കാര്യമാണ് പെൻഷൻ കിട്ടണമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോരട്ടിറങ്ങിയപ്പോൾ ഓർഡർ ശങ്കൊച്ച്, കേശു ആണെങ്കിൽ ശങ്കൊച്ച് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, അമ്മ വരണത് പെൻഷൻ്റെ ഇതിൽ മസ്റ്ററിങ് ചെയ്യാനാണ്. ഓഗസ്റ്റ് വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അച്ഛൻ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ് അച്ഛൻ പോയി മസ്റ്ററിങ് ഒക്കെ ചെയ്താൽ, അപ്പോൾ ഇപ്പോഴേ പോയി ചെയ്താൽ ഭയങ്കര തിരക്കുമാണ്, എന്നാലും ഇപ്പോഴേ പോയി ചെയ്താൽ ആ കാര്യം അങ്ങ് കഴിയുമല്ലോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി കേശുവിനാക്കിയിട്ട് നേരെ അക്ഷയ സെൻറ്ററിലോട്ടാണ് വന്നത്. 8:45 ഞങ്ങളിവിടെ ഹാജരായി. 8:45 തൊട്ട് ഇവിടെ ആളുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴേക്കും ഒരു 4 പേര് അവിടെ ഉണ്ടായിരുന്നു. 4 പേരിൽ 3 ആൾ മസ്റ്ററിങ് ചെയ്യാനായിട്ട് വന്നതാണ്. ഈ അങ്കിൾമാരെല്ലാം മസ്റ്ററിങ് ചെയ്യാനായിട്ട് വന്നതാണ്. ഞങ്ങളവിടെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് അക്ഷയ സെൻറ്ററിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസാണ്. അങ്ങനെ അമ്മയെ ഞാൻ അവിടെ ഇരുത്തിയായിരുന്നു കുറേ സമയം. അപ്പോഴേക്ക് അക്ഷയ സെൻറ്റർ തുറന്ന് ഞങ്ങൾ അകത്തോട്ട് കയറി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മുന്നിൽ 4 പേരെ ഉണ്ടായിരുന്നുള്ളതെന്ന്. അപ്പോൾ 5ാമത് അമ്മയ്ക്ക് കയറാനായിട്ട് പറ്റി. പിന്നെ അവിടെ വെച്ച് എൻ്റെ ഒരു സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ആളിനെ കണ്ടപ്പോൾ. പുള്ളിക്കാരി ഓടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമ്മളെ കാണുമ്പോഴേ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ വന്ന് സബ്സ്ക്രൈബറൊക്കെ ഒന്ന് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മളെല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അപ്പോൾ അവരുടെ വീട്ടിലെ ഒരാളുടെ അടുത്ത് ചോദിക്കും പോലെയാണ് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത്. നമ്മളടുത്ത് അമ്മ വന്നായിരുന്നോ, മോൻ പോയായിരുന്നോ എന്നൊക്കെ പുള്ളിക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അക്ഷയ സെൻറ്ററിൽ നിന്ന് ഇറങ്ങി തിരിച്ച് കടയിൽ വന്ന്. അപ്പോൾ കടയിൽ വന്നപ്പോഴേക്ക് ചേട്ടൻ അവിടെ വിളക്ക് കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ മോനെ കൊണ്ടാക്കിയിട്ട് നേരെ ഞങ്ങളെ കൊണ്ട് അക്ഷയയിലാക്കിയിട്ടാണ് ചേട്ടൻ കടയിലോട്ട് പോയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ മീനൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കാപ്പി ഉണ്ടാക്കണം. അപ്പോൾ കാപ്പിയൊന്നും കുടിച്ചില്ലല്ലോ, കാപ്പിയെ കുടിക്കാതെ പോയത്. ഇന്നലെ രാത്രി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇനി അതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം, പിന്നെ അപ്പവും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ കാപ്പി കുടി കഴിയും. പിന്നെ ബാക്കി മലക്കറി അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണല്ലോ പോയത്. പിന്നെ ഞങ്ങൾ അക്ഷയയിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞില്ല 8:45 എവിടെ എത്തിയെന്ന്. അപ്പോൾ 9 മണിയായപ്പോഴേക്ക് കറക്റ്റ് പുള്ളിക്കാർ വന്ന് അക്ഷയ തുറന്ന് ഞങ്ങൾ കയറി. 4ാമതോ 5ാമതോ ആയിരുന്നു അമ്മയുടെ പേര് വന്നത്. ആധാർ മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നു. 30 രൂപയും കൂടെ അടയ്ക്കണം. അതൊക്കെ ചെയ്ത് പെട്ടെന്ന് കഴിഞ്ഞൊരു 9:10 ആയപ്പോഴേക്ക് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. പക്ഷേ ഞങ്ങളൊരു 9:30 മണിക്കാണ് അവിടെ പോയെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ അക്ഷയയിൽ കിടക്കേണ്ടി വന്നതിന്. അത്ര തിരക്കായിരുന്നു. ഓഗസ്റ്റ് വരെ ഉണ്ട് മസ്റ്ററിങ് ചെയ്യേണ്ട സമയമെങ്കിലും ആൾക്കാരെല്ലാവരും, എനിക്ക് പ്രായമുള്ള ആൾക്കാരുണ്ടല്ലോ, കാണുമ്പോൾ പാവം തോന്നി. എല്ലാവരും അവർക്ക് ആ ഒരു 1600 രൂപയെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ കാര്യമാണ്. ഇവിടെ അമ്മയ്ക്കായിരുന്നല്ലോ അങ്ങനെ തന്നെ. പെൻഷൻ കിട്ടുന്ന സമയമാകുമ്പോൾ അമ്മയ്ക്ക് വെപ്രാളമുണ്ട്. 100 വട്ടം എൻ്റെ ഫോൺ കൊണ്ട് തരും, പെൻഷൻ വന്നാന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു പൈസ, ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അവരുടെ കയ്യിൽ വരുമ്പോൾ അവർക്കത് ഒത്തിരി വലിയ കാര്യമാണ്, ഒരുപാട് സന്തോഷവുമല്ലേ. അപ്പോൾ പണ്ട് എൻ്റെയൊക്കെ ചെറുതിലേക്ക് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, വേതനം വാങ്ങിക്കാൻ പോകണമെന്ന്. ഇവിടെ ഇപ്പോൾ നമ്മളെ വീടിനടുത്തുള്ളവരായിരുന്നാലും കുഞ്ഞമ്മമാരായിരുന്നാലും ഒക്കെ ഇങ്ങനെ പോണത് കാണാം, നമുക്ക് വേതനമാണ്. അങ്ങനെ ഒരു സമ്പ്രദായം ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ഇതിങ്ങനെ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് ആ ഒരു ഓർമ്മ പോയത്. നമുക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് അങ്ങനെ ഒരു എമൗണ്ട് സർക്കാർ കൊടുക്കുമായിരുന്നല്ലോ, അതൊക്കെ ഇപ്പം നിർത്തലാക്കിയെന്നാണ് തോന്നണത്. അതില്ലെങ്കിൽ ഇപ്പോൾ എനിക്കും കിട്ടേണ്ട സമയം കഴിഞ്ഞല്ലോ, എനിക്കിപ്പോൾ ഏജ് ഓവറായി തോന്നുന്നു വേതനം വാങ്ങിക്കാനുള്ളതൊക്കെ. അങ്ങനെ ഞങ്ങൾ വന്ന് അപ്പമൊക്കെ ഉണ്ടാക്കി, കറിയും അവിടെ ഉണ്ടല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് നല്ല പഞ്ഞി പോലെയുള്ള അപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഇനി കാപ്പി കുടിച്ചിട്ട് ചേട്ടൻ നേരെ ഇനി വീണ്ടും കടയിലോട്ട് പോകും. പിന്നെ എനിക്കിപ്പോൾ കുറച്ച് ഒരു ഫ്രീ ആയിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ കടയിൽ എപ്പോഴും പോകണമായിരുന്നു. ഇപ്പോൾ ഒരു സ്റ്റാഫ് വന്നതുകൊണ്ട് ഭയങ്കര റിലാക്സേഷനാണ്. പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനി മീൻ വയ്ക്കണം, പിന്നെ അവിയൽ വയ്ക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അയ്യോ പെട്ടെന്ന് പോയത്, മസ്റ്ററിങ് ചെയ്തിട്ട് വരാൻ പറ്റുമല്ലോ. കഴിഞ്ഞതിന് അമ്മയ്ക്ക് ഒരുപാട് പാടുപെട്ട് ഈ സമയമായപ്പോഴേക്കും പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരുപാട് ലേറ്റായി. ആ സമയം ആയപ്പോഴേക്ക് പിന്നെ ഞാനും അമ്മയും കൂടെ അക്ഷയയിൽ പോയ സമയത്തുണ്ട്
അതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇന്നൊരു അറിയിപ്പ് പത്രത്തിലൂടെ വരും, അതിനുശേഷം വന്നാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെയും കുറേ ദിവസം വെയിറ്റ് ചെയ്ത് അമ്മയ്ക്ക് ഇവിടെ ടെൻഷനുമായി. അങ്ങനെ മസ്റ്ററിങ് ചെയ്യാത്തതുകൊണ്ട് 1 മാസത്തെ പെൻഷൻ അമ്മയ്ക്ക് കിട്ടാതെയായി. പിന്നെ പറയണോ, അമ്മയ്ക്ക് സങ്കടമൊക്കെ ആയി. അപ്പോൾ ഈ മാസം അതുകൊണ്ട് അച്ഛൻ ഇത് അറിഞ്ഞ ആ സമയത്ത് ആ സെക്കൻഡിൽ അച്ഛൻ പോയി ചെയ്തായിരുന്നു. അത് അപ്പോഴേ അച്ഛൻ വിളിച്ച് പറഞ്ഞ് അവരെ കൊണ്ട് ചേച്ചിയും കൊണ്ട് കൊണ്ടുപോയി ചെയ്യിച്ചോ, ഇനി ഓഗസ്റ്റ് വരെ ഉണ്ടെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞ് ഇത് കേൾക്കാത്ത താമസം അമ്മയ്ക്ക് കേട്ടപാടെ വൈകുന്നേരം ആണെങ്കിലും അപ്പം തന്നെ പോയി ചെയ്യണമെന്നായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും പിറ്റേന്ന് രാവിലെ നേരെ വെളുത്തതും ഞങ്ങൾ പോയി ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഒരു സമാധാനം. പെട്ടെന്ന് അതങ്ങ് കഴിഞ്ഞില്ലേ. ഇപ്പോഴും ഇവിടെ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ പോയിട്ട് ഭയങ്കര തിരക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോകണമെങ്കിൽ എനിക്ക് തോന്നണത് 8:30 ഒരു 8 മണിക്ക് അക്ഷയ സെൻറ്ററിൻ്റെ മുന്നിൽ ഹാജരാവണം. എങ്കിൽ മാത്രമേ നേരത്തെ കയറി ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് തോന്നണം. അങ്ങനെ ഇനി നമ്മൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് പോയിരിക്കുകയല്ലായിരുന്ന മലക്കറികളെല്ലാം. അപ്പോൾ മലക്കറി അല്ല പച്ചക്കറി, മലക്കറി എന്നുള്ളത് നമ്മുടെ ഭാഷയാണ്. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അവിയൽ ഇവിടെ റെഡിയായി. കുറച്ച് മല്ലിക്കൊത്തൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടത്തൈരൊക്കെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ചിലപ്പോൾ സദ്യയ്ക്കുള്ള അവിയൽ കഴിക്കുമ്പോഴേക്കും അതിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിരിക്കും. അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ ചേട്ടൻ്റെ ഫാമിലിയിൽ അവിയലാണ് പ്രധാനം. അവരിങ്ങനെ വേറെ ഒന്നും കഴിച്ചില്ലെങ്കിൽ അവിയലും മീൻകറിയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്കെല്ലാം അവിയലെന്ന് പറയുന്ന ഈ ഒരു സംഭവം. അങ്ങനെ അതവിടെ റെഡിയാക്കി വെച്ച് ഇനി ഇവിടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കണമല്ലോ. അതിനായിട്ട് അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് വേവിക്കണം. എനിക്കാണെങ്കിൽ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയിലെടുത്ത് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ചേട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. മെഴുക്കുവരട്ടികളെല്ലാം പുള്ളിക്കാരന് ഇഷ്ടമാണ്, അമ്മയ്ക്കും ഇഷ്ടമാണ്. അങ്ങനെ സവോളയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് വെണ്ടയ്ക്കയും കൂടെയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് പോയിരിക്കായിരുന്നല്ലോ. ഇനി അതിനായിട്ട് ഒന്ന് ഇളക്കി കൂട്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ അതവിടെ ഇരുന്ന് സാവകാശം വെന്ത് വന്നോളും. പിന്നെ ഫ്ലെയിം ഒന്ന് നല്ല കുറച്ച് വെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടന് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ചേട്ടൻ കാപ്പി കുടിച്ചിട്ട് നേരെ കടയിലേക്ക് പോയി. ഇനി ഞാനും അമ്മയും വേണം കാപ്പി കുടിക്കാനായിട്ടുള്ളത്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് കാപ്പി കുടിക്കേണ്ടത്. അങ്ങനെ മുട്ടയപ്പവും നോർമൽ അപ്പവും ഒക്കെ പാത്രത്തിൽ വന്നിട്ടുണ്ട്. ഇനി അന്ന് ഞാൻ ഉണ്ടാക്കിയ മിക്സറുണ്ടല്ലോ, അത് ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടുപഠിച്ചതാണ് കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ദോശ കഴിച്ചാലും അപ്പം കഴിച്ചാലും ഒക്കെ അവർ മിക്സറുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കഴിക്കും. അപ്പോൾ ഞാനും ഇപ്പോൾ ആ ശീലമൊക്കെ ആയി. അപ്പോൾ കുറച്ച് മിക്സർ എടുത്തിട്ടുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയാണ് ഇനി കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ദോശയുടെ കൂടെ ആയിരുന്നാലും അപ്പത്തിൻ്റെ കൂടെ ആയിരുന്നാലും ഇതുപോലെ കുറച്ച് മിക്സറും കൂടെ ഇട്ട് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഡൈനിങ് ടേബിളിലൊക്കെ ചിലപ്പോൾ മാത്രമേ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും ഈ സോഫയിൽ വന്നിരുന്ന് ടിവിയും കണ്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടൊക്കെ ചെന്നപ്പോഴേക്കും നമ്മുടെ മെഴുക്കുവരട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര സ്റ്റണ്ടാണ് ഞാനും കേശുവും തമ്മിൽ. ഞാനിങ്ങനെ എപ്പോഴും കേശുവെ അലറി വിളിക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത്, അടി കൊടുക്കാതിരിക്കാനൊക്കെ ആയിട്ട്. അവനിങ്ങനെ 100 കുരുത്തക്കേട് കാണിച്ച് ബാക്കിൽ നിന്ന് നടക്കും. പിന്നെ മോനങ്ങ് സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വിഷമമാണ്. അയ്യോ, പിന്നെ വീട്ടിലൊരു അനക്കം ഇല്ലാത്തതുപോലെയാണ്. ഉണ്ടെങ്കിൽ ഞാനും അവനും ഭയങ്കര സ്റ്റണ്ടായിരിക്കും. ഒന്നാമത് ഞാനും അവനും ഒരേ നാളും കൂടെയാണ്. അപ്പോൾ ചില സമയത്ത് എൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കും, എടാ ഞാൻ എൻ്റെ അമ്മയല്ലേ എന്ന്. അവൻ്റെ ചേച്ചിയുടെ അടുത്തോ കൂട്ടുകാരുടെ അടുത്തോ ഒക്കെ സംസാരിക്കും പോലെ ആയിരിക്കും എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് വെച്ചാൽ ഉടക്കണത്. നീ എന്നൊക്കെ വിളിച്ചൊക്കെ സംസാരിക്കും. അപ്പോൾ ചില സമയം എനിക്കൊന്നും തോന്നില്ല. ചില സമയം ഞാനും ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും. പിന്നെ ഭയങ്കര സ്റ്റണ്ടായിരിക്കും ഞാനും അവനും തമ്മിൽ. പക്ഷെ മോൻ പോയി കഴിയുമ്പോഴേക്ക് എന്തോ പോലെയാണ്. അതിപ്പോൾ എനിക്കെന്നല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി ചൂര മീനാണ് ഇന്ന് നമ്മൾ ചന്തയിൽ പോയപ്പോഴേക്ക് കിട്ടിയത്. 2 ചൂര 100 രൂപയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് മാത്രമാണെന്ന് തോന്നുന്നത് നല്ല പച്ച മീൻ കിട്ടണത്. അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറുമ്പോഴേക്കും നല്ല ഐസ് മീനാണ് അവിടെയൊക്കെ കിട്ടണത്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനമൊക്കെ ആയതുകൊണ്ട് മീൻ വാങ്ങിക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ വിഴിഞ്ഞെത്തുന്നു അതുപോലെ വേളിയിൽ നിന്നൊക്കെ വരുന്ന മീനാണ്. എല്ലാം നല്ല ഫ്രഷ് മീനായിരിക്കും. അങ്ങനെ 2 നല്ല നമ്മളെ പച്ച ചൂര എന്ന് പറയില്ല, അതുപോലെ നല്ല പച്ച ചൂരയായിരുന്നു. ഐസിൻ്റെ മീനേ അല്ലായിരുന്നു. അങ്ങനെ 2 മീൻ കിട്ടി. പിന്നെ അതിൽ എടുത്തപ്പോഴേക്കും അതിൻ്റെ മുട്ടയും കുടലും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ മീനിൻ്റെ കുടലെടുക്കുമെന്ന് പറയാം, എല്ലാം എടുക്കുക. നമ്മൾ
പൊരിക്കാനായിട്ട്. അപ്പോൾ അതിൽ നല്ലതും ചീത്തയും ഉണ്ട്. അപ്പോൾ എനിക്ക് അതൊത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അമ്മയെ കാണിച്ചിട്ട് അതിൽ നല്ലത് ഏതാണ് പൊരിക്കാനായിട്ടൊക്കെ പറ്റിയതെന്ന് കാണിച്ച് അമ്മ എനിക്ക് അത് സെപ്പറേറ്റ് എടുത്ത് തന്ന്. ഇനി അതിനൊന്ന് പൊരിച്ച് കഴിക്കണം. പിന്നെ ചൂരേത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. കേശുവിന് ഒരു മീൻ പൊരിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അമ്മ മീൻ കട്ട് ചെയ്യാൻ വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു വേണ്ട അമ്മ ഇന്ന് ഞാൻ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. കാരണം നല്ല ചൂരയായിരുന്നു. നല്ല മീനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാനും മാത്രമല്ലല്ലോ അതിനെ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഉത്സാഹം തോന്നുമല്ലോ. അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്ത് അതിനെ ഒന്ന് നല്ല വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് വെക്കണം. അപ്പോഴേക്കും അമ്മ അവിടെ വന്നിട്ട് മീനിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കിയായിരുന്നു. അപ്പോൾ ഈ ചൂരയുടെ കാര്യം അറിയാമല്ലോ, നമ്മൾ എത്ര വെള്ളത്തിൽ കഴുകിയാലും അതിലിങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കും പോലെ തോന്നും. അപ്പോൾ കുറേ വെള്ളം കഴുകിയിട്ടും ഇങ്ങനെ ബ്ലഡ് നിൽക്കാത്ത പോലെ വരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ നല്ലപോലെ കഴുകിയൊക്കെ എടുത്ത് അപ്പോൾ അത് അമ്മ അതിന് അരപ്പൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും മാങ്ങയും തക്കാളിയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇടാത്തതായിട്ടൊന്നുമില്ല. പച്ചമുളകൊക്കെ ഇട്ട് അതിനെ അങ്ങ് ഒരു കറിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ കഴുകി വെച്ചാൽ ആ ഒരു തലവേദന പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ അപ്പോഴപ്പോഴും തന്നെ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി പറക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി ഞാൻ പറഞ്ഞില്ലേ ചൂരമീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടെന്ന്, ഇനി അതിനെ എടുത്ത് ചൂര പൊരിക്കണം. അപ്പോൾ ആ 2 പീസ് മാത്രമേ പൊരിച്ചോളായിരുന്നു. കേശിക്കുട്ടനെ മാത്രമേ ഉള്ളൂ ഇന്ന് ചൂര പൊരിച്ചത്. അങ്ങനെ ചൂരയും പൊരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ മീൻ മുട്ടയും സംഭവങ്ങൾ നമ്മളിവിടെ പരുവെന്ന് പറയും, ആ സംഭവങ്ങളും കൂടെയൊക്കെ ഒന്ന് പൊരിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തതാ പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ ഇങ്ങനെയുള്ള കുന്ത്രാട്ടങ്ങളൊക്കെ എനിക്കാണ് കൂടുതലിഷ്ടം. അപ്പം ഞാനതിനെ പൊരിച്ച് ഞാൻ അപ്പോഴും തന്നെ പൊരിച്ചെടുക്കുന്ന പാടെ ഞാനതിനങ്ങ് കഴിച്ചോളും. അപ്പോഴേക്കും മീൻ അവിടെ നല്ല തിളച്ച് പാകമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൊരു താളിപ്പും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല മണം വരും. നമ്മൾ എന്ത് കറി വെച്ചാലും നമ്മൾ ഈ താളിപ്പ് ഒഴിക്കുമ്പോഴേക്കും അതിൽ കുറച്ച് കൊച്ചുള്ളിയൊക്കെ നല്ലതുപോലെ ചതച്ചിട്ട് പിന്നെ ഒരല്പം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മളൊന്ന് കടുക് താളിച്ച് ഒഴിക്കുമ്പോൾ ഭയങ്കര മണമാണ്. അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കറി ഒരു പൂർണ്ണത വരുള്ളൂ. ഇനി ചോറ് കഴിക്കണം. ചോറ് കഴിക്കാനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ചോറും ബാക്കി കറികളുമാണ് എടുക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് അവിയലുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് പറയുന്നുണ്ട് എനിക്ക് ചോറ് വേണ്ട, അവിയലും മീൻകറിയും മാത്രം മതിയെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഇവരിങ്ങനെയൊക്കെയാണ് കഴിക്കാറ്. അവിയലുണ്ടെങ്കിൽ അവിയലും മീൻകറിയും മാത്രം കഴിക്കും. എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല. എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഇവരുടെ രീതിയിലോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മയും കഴിക്കും. ഇവിടെ അമ്മ വരുന്നാലും അവിയലും മീൻകറിയും മാത്രം കഴിക്കും. അങ്ങനെ ചോറും നല്ല ചൂര മീനും അവിയലും അതുപോലെ തന്നെ നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം മീൻ നല്ല രുചിയായിരുന്നു കേട്ടോ. നമുക്ക് നല്ല പച്ച മീൻ കിട്ടിയാൽ നല്ല ടേസ്റ്റാണല്ലോ അത് വെക്കുമ്പോഴേക്കും. അങ്ങനെ ഇനി എനിക്ക് ഈ ചോറ് കോരണ കാര്യം ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാം വേവിച്ചൊക്കെ വയ്ക്കാൻ വിളമ്പാനായിട്ട് എനിക്ക് എന്തോ ഭയങ്കര മടിയുമാണ്. ആരെങ്കിലും വിളമ്പി തന്നാൽ മാത്രമേ കഴിക്കാനായിട്ടൊരു രുചിയും തോന്നുള്ളൂ. അപ്പോൾ മിക്കവാറും അമ്മ തന്നെയാണ് വിളമ്പണത്. അപ്പോൾ ഇന്നിപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അമ്മ ചോറ് വിളമ്പാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ വിളമ്പിക്കൊണ്ട് വരാം. അങ്ങനെ പറഞ്ഞ് അമ്മ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ചോറും കറികളൊക്കെ ആയിട്ടൊന്ന് ആസ്വദിച്ച് ചോറ് കഴിക്കണം. ഈ സമയമായപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുകയാണ്. ഇപ്പോൾ കേശുവിനെ കൊണ്ട് സ്കൂളിലാക്കി വന്ന് കടയിൽ പോയി കടയിലെ കാര്യം കഴിഞ്ഞ് വീട്ടിൽ വന്ന് 10 മണി കഴിഞ്ഞ് നമ്മളിതൊക്കെ വെച്ച് കഴിഞ്ഞ് ആഹാരം കഴിച്ച് കഴിയുമ്പോഴേക്കും 1:30-1:45 അപ്പോഴേക്ക് കേശുവിനെ വിളിക്കേണ്ട സമയമാവും. നമ്മൾ 2:30 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അവിടെ ചെല്ലുമ്പോഴേക്ക് ഒരു 2:40 ആവും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്ക് ഇപ്പോൾ കേശുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരുണ്ടല്ലോ, അവരെയൊക്കെ കുറച്ച് ഒരു 2-3 പേരെയൊക്കെ ഫ്രണ്ട്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോഴേക്ക് നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ അവരും കൂടെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ കുറച്ച് സമയം അവരുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴേക്കും പിള്ളേരെ സ്കൂളിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരും ക്ലാസ് മുറിയിൽ നിന്ന്. അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് വരുമ്പോഴേ നോക്കുകയാണ് അമ്മമാരവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കണം. കാണുമ്പോൾ പാവം തോന്നും അതിൻ്റെ ഇടയിൽ കൂടെ. നമ്മളെ കാണുമ്പോഴുള്ള അവരുടെ മുഖത്ത് ചിരിയുണ്ടല്ലോ, അത് കാണാൻ ഭയങ്കര രസമാണ്. എൻ്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടല്ലോ എന്ന് കാണുമ്പോഴുള്ള ആ ഒരു മുഖം ഇങ്ങനെ എന്തോന്ന് പറയാനായിട്ട് 100 വാൾട്ടിൽ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കും. അപ്പോൾ ഇനി ചോറ് വിളമ്പിയപ്പോഴേ ചേട്ടൻ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ 1:45 പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് പോവാം. നമുക്കും ഇപ്പോൾ അതൊരു ഉത്സാഹം പോലെയാണ്. എനിക്കിപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളെക്കാളും ഇഷ്ടം ഈ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നമ്മളും അവനൊപ്പം ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടിന്റെ ബാക്ക് വശം.
പക്ഷെ ഇവിടെ നമ്മൾ അങ്ങോട്ട് വരാത്ത ഒരു ഏരിയ അതെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു സ്ഥലമേ ഉള്ളൂ, ഇവിടെ ഒരു പാസേജ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വേറെ മോനെ അതൊക്കെ അവിടെ അയ്യേ അതൊന്നും എടുക്കല്ലേ, അതൊക്കെ എടുത്ത് കളയട്ടെ. ഞങ്ങൾ എന്തെന്ന് വെച്ചാലേ ഇവിടെ ഇങ്ങനെ പുല്ലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ചേട്ടനും ഇവിടെ ഫുള്ള് ഈ മെറ്റൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഇത് കണ്ടില്ലേ അത്രയും ചവറാണ്. അങ്ങനെ ഈ ഭാഗം കൂടെ വൃത്തിയാക്കി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ ചെല്ലാത്ത ഒരു സ്ഥലം ചിലപ്പോൾ എനിക്കറിഞ്ഞു ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ടോ എന്ന്. ഞങ്ങളുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും വരാത്ത ഒരു ഭാഗം ഇതായിരുന്നു, അതുകൊണ്ടാണ് ചവറ് കൂടി കിടന്നത്. അപ്പൊ ഇനി ഇതൊക്കെ വൃത്തിയാക്കി. പിന്നെ നമ്മളിവിടെ മേളിലെ റെനോവേഷൻ നടന്ന സമയത്ത് തൽക്കാലം അടിച്ചു കൂട്ടിയ ഒരു എന്തോന്ന് ഏണിയായിരുന്നു, അത് മൊത്തം പൊളിഞ്ഞു പോയി. ഓ എന്ത് ഞാൻ പറഞ്ഞില്ലേ ഏണി ഫുള്ള് ഇതാ അത്രയും ചെത്തുപോയി. ഇനി ഇതിന് തീ എരിക്കാനേ കൊള്ളാവും. അപ്പൊ ഇനി അടുപ്പ് കത്തിക്കുന്ന ആർക്കെങ്കിലും ഇതങ്ങ് കൊടുക്കണം. പിന്നെ ഇപ്പോഴങ്ങ് കത്തിക്കാൻ പറ്റൂല, അത്രയും നനഞ്ഞു കുതിർന്നിരിക്കുകയാണത് അല്ലേ. ഈ ഭാഗമാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു എന്തോന്ന് വെള്ളരിക്കയില്ലേ, വെള്ളരി പൊടിച്ചു വന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ച ചിലപ്പോൾ ഒരു കായെങ്കിലും കിട്ടിയാലോ എന്നുള്ള എൻ്റെ ഒരു അതിമോഹം കൊണ്ട് വെച്ചിരുന്നതാണ്. പക്ഷെ ഇത് ഇങ്ങനെ പടർന്ന് പോണതല്ലാതെ അത് അവിടെ കായ്ക്കണമൊന്നുമില്ല. പിന്നെ ഞാനങ്ങ് പുഴുത് കളഞ്ഞു. ഇതൊക്കെ ഈ ഭാഗത്ത് ഈ സമയത്ത് ഇതൊക്കെ ഇവിടെ കിടന്ന ഭയങ്കര കൊതുകാണ്. അപ്പൊ സമയം കിട്ടുമ്പോഴാണ് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാവർക്കും ചെയ്യണത്. നമ്മളിങ്ങനെ വൃത്തിയാക്കി ഇടുമ്പോൾ നല്ല രസമാണല്ലേ കാണാനൊക്കെ. അപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ എല്ലാവരും വൃത്തിയാക്കിയപ്പോഴും. ഇവിടെ ഇങ്ങനെ ചവറൊക്കെ കിടക്കുമ്പോ ഇങ്ങോട്ട് വരാറ് പോലുമില്ല. ഇവിടെ ഒരു തെറ്റി നിന്ന് ഓ അപ്പൊ ഇതാ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി, ഈ ഭാഗമൊക്കെ വൃത്തിയാക്കി. ഇനി കേശു പറഞ്ഞ കൂണിതാണ്ട്, കൂണിന്റെ ഇംഗ്ലീഷ് എന്താ അമ്മയെന്നൊക്കെ കേശു ചോദിച്ചില്ല, അത് ഇത് കണ്ടിട്ടാണ് ചോദിച്ചത്. അപ്പൊ ഇനി ഇവിടെ ഞാന് അവിടെ ഒരു എന്താ പറയട്ടെ നമ്മള് കോവയ്ക്കൊരു തൈ നിപ്പുണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ അത് ഈ മൂലയിൽ വെക്കാം. അപ്പൊ ഇനി അവിടെ ആ കോവയ്ക്കൊരു തൈ എടുത്ത് അവിടെ കൊണ്ട് നട്ടിട്ട് കേശുദോ അവിടെ കയറി നിന്നിട്ട് വഴിയെ പോണവരൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് കേശുവിന്റെ ഹോബി. ആര് പോയാലും കേശു വിളിച്ച് സംസാരിച്ചോളൂ അല്ലേ കേശുക്കുട്ട? അതെന്തോന്ന് കൈ ഇരിക്കണത്? തലവേദനയ്ക്കുള്ളത് കണ്ട് ഒരു കോവലിന്റെ തൈ ഉണ്ട്. ഇതാകുമ്പോ ആ മൂലയ്ക്ക് അങ്ങ് പടർന്നോളും. ഇതാണ്ടല്ലേ. പിന്നെ ഈ പാവയ്ക്ക് ഇനി ഒരുപാട് അധിക നാള് നിൽക്കൂലല്ലോ. അപ്പൊ അത് പോയി കഴിയുമ്പോഴേക്കും ഈ കോവയ്ക്ക് ഇങ്ങോട്ട് പടത്തി കൊടുക്കാം. ഈ കോവയ്ക്കാണെങ്കിൽ 3-4 വർഷം നിൽക്കുമെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പൊ അത്രയും സമയം എന്തായാലും ആ പാവൽ അവിടെ കാണൂല. അപ്പോഴേക്ക് അങ്ങോട്ടും കൂടി കോവയ്ക്ക് അങ്ങ് പടത്തി കൊടുക്കാം. ഭയങ്കര ഗുണമുള്ള സംഭവമല്ലേ കോവയ്ക്ക. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാലോ, ഞാൻ എപ്പോഴും അപ്പുറത്ത് ചേച്ചിയുടെ അവിടെ പോകും ഈ കോവയ്ക്കൊക്കെ. അവിടെ നിന്ന് തന്നെയാണ് ഈ തൈ കിട്ടിയത്. അപ്പൊ ചേച്ചി തന്നതാണ് ഈ കോവയ്ക്ക. പിന്നെ വേറൊരു പ്രത്യേകത, നീളം കോവയ്ക്കയല്ല, നാടനല്ലേ ആണോ അല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. ചേച്ചി എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ എറണാകുളം കോവയ്ക്ക ആയതുകൊണ്ടാണ് അത് ഒരു ഉണ്ട കോവയ്ക്കയാണ് ഈ സംഭവം. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന നീളം കോവയ്ക്കയല്ല. അവിടെ കിടന്ന് കിട്ടിയത് ലവ് യു ഒന്ന്, അതൊരു ബി ആണ് കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു അവന്റെ അച്ഛന് കൊടുക്കാന്ന്. അയ്യോ ആ വരണതേ ഉള്ള ശ്രീകുട്ടി. എക്സ്ട്രാ ക്ലാസ് ഇനി ട്യൂഷൻ ഇല്ലേ? കേശുവിന് ട്യൂഷൻ ഉണ്ട്, അങ്ങ് കയറി പോവേണ്. ഓ ഇപ്പൊ വരും. ഞാൻ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഓ ഇത് അതുണ്ടെന്ന് തോന്നുന്നു. അല്ല അതുണ്ട്, അത് സാധാരണ അല്ലേ, ഇതല്ലേ വെറൈറ്റി. അതും ഉണ്ട്. ഇതെല്ലാം താഴത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവ ഇപ്പം ആ പൂട്ടി പോവുകയും ചെയ്തു. ഇത് ലെമൺ വൈൻ. ഇത് മീനിലിടും,
അച്ചാറിടുമെന്നൊക്കെയാണ് പറയണത്. പക്ഷെ നമുക്കൊന്ന് എടുക്കാൻ ഒരു മടി പോലെ. എന്തായാലും ഒരെണ്ണെടുത്ത് കടിച്ചു നോക്കാം ചേച്ചി. വേണ്ടേ, ഈ സംഭവമാണ് ലെമൺ വൈൻ. ഇതെന്തായാലും ഒന്ന് കടിച്ചു നോക്കാം. മനസ്സ് വരണില്ല, അതല്ല ഒന്ന്. അയ്യോ ഭയങ്കര പുളിപ്പ് ചേച്ചി. അതേനെ മീനിട അച്ചാറിടാന്നൊക്കെ പറഞ്ഞത്. എന്തിനാ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാന്നുള്ള എന്തിന്റെ ഒരു അതൊന്നുമല്ല, വേറെ എന്തിനാ ഒരെണ്ണത്തിൻ്റെ. അപ്പോൾ ഇത് മീനിലിടും. ഇതിപ്പോൾ അറിയാന്നുള്ളവർക്ക് അറിയായിരിക്കും. ലെമൺ വൈൻ നാരങ്ങയല്ലേ ഇത്. പക്ഷെ പടത്തിൽ വിട്ടുകൊടുത്തതിന് നിറയെ കാക്കി വരുന്നു. പടത്തിലുള്ള സ്ഥലമില്ല. കമ്പ് പൊടിക്കുമായിരിക്കും. നാരങ്ങേരയൊക്കെ ടേസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ നാരങ്ങയുടെ ടേസ്റ്റ്. അച്ചാറിടാനായിട്ട് നല്ലതെന്നാണ് പറയണത്. ഒരു ദിവസം അച്ചാറിട്ട് നോക്കണം. അച്ചാറിടാൻ വേണ്ടി ഇല്ലല്ലോ, അതല്ലേ. ഇതും കായാവുമായിരിക്കും കേട്ടോ. ഇതും കായാണ്. പിന്നെ ഇത് ഒരുപാടൊന്നും ഇല്ല, അതല്ലേ കുഴപ്പം. ഒരുപാട് ചേച്ചി ഇതിനെ എങ്ങോട്ടെങ്കിലും ഒന്ന് പടത്തി നോക്ക്. പടന്ന് പോവേ തന്നെ കേട്ടോ. അത് ഇപ്പം ഇളക്കിയ നല്ല മഴ പെയ്യുമ്പോൾ ഇളക്കി എവിടെയെങ്കിലും ചേച്ചി തറയിൽ വെച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് പടത്തി വിട്ട് നോക്ക്. ഭയങ്കര കൊതു കാരണമല്ലേ. അത് ഊന്നി നോക്കെങ്കിൽ. വൈകുന്നേരം ആയപ്പോഴേക്കും വീണ്ടും മഴ തുടങ്ങി. അപ്പോൾ ചേട്ടൻ വന്നപ്പോഴേക്കും ഒരു ഗുരുസ്വാമിയുടെ ഒരു ഫോട്ടോ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. കുറേ നാളുകൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് പുറത്ത് ഇതുപോലെ ഒരു ഫോട്ടോ വെക്കണമെന്ന്. അപ്പം നമുക്കിങ്ങനെ മഞ്ഞ് ചുറ്റിയിരിക്കണേക്കാളും ഇതുപോലെ വെള്ളം എടുത്തിരിക്കുന്ന ഗുരുസ്വാമിനെയാണ് കുറച്ചും കൂടെ ഇഷ്ടം. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, ഗുരുദേവൻ അങ്ങനെ ഒരിക്കലും മഞ്ഞ ഉടുത്ത് നടന്നതായിട്ട് അറിയില്ല. ആളിങ്ങനെ എന്ത് വേഷം ധരിച്ച് നമ്മൾ തീർത്ഥാടനത്തിന് വരണമെന്ന് ചോദിക്കുമ്പോഴാണ് കുറച്ച് സമയം ആലോചിച്ചിട്ട് പീതാംബര വേഷധാരികളായിട്ട് വന്നോളൂ എന്ന് പറയണത്. എന്താണ്, എനിക്ക് അത് എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല. എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഗുരുദേവൻ്റെ യഥാർത്ഥ രൂപം ഇതുപോലെയാണെന്നല്ലേ പറയാറ്. വെള്ളയാണ് പുള്ളിക്കാരെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ട് ചേട്ടാ ഇങ്ങനെ പുറത്ത് അവിടെ നിന്ന് നോക്കിയാലും കാണാമോ എന്നൊക്കെ നോക്കിയാണ് ആ ഫോട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.